എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നമ്മുടെ ചേട്ടൻ ഡൊണാൾഡ് ട്രംപ് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പൊതുസഭയിലെ പ്രസംഗമാണ്. അദ്ദേഹം പറയുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വലിയ തട്ടിപ്പാണ്, അതുപോലെ തന്നെ ഇറക്കുമതി തീരുവ നിങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്കയെ കണ്ടു പഠിക്കണം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിച്ചപ്പോൾ 3 പോയിൻ്റ് അദ്ദേഹം പറഞ്ഞു. ഒന്ന്, പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചത് തെറ്റ്. അതിപ്പോൾ ഫ്രാൻസും കാനഡയും ഒരുപാട് ഇറാനും അങ്ങനെ ഒരുപാട് ആളുകൾ അംഗീകരിച്ചല്ലോ, പാലസ്തീനെ അംഗീകരിച്ചല്ലോ. അപ്പോൾ പാലസ്തീനെ അംഗീകരിച്ച തെറ്റ്. ഇസ്രായേൽ മാത്രമാണ് രാജ്യമായി നിൽക്കുന്ന, പാലസ്തീനെ ഇപ്പോൾ രാജ്യമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, റഷ്യക്കെതിരെ ഉക്രൈൻ റഷ്യ വിഷയം വന്നപ്പോൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ലോകരാജ്യങ്ങളോട് ഉപരോധം ഏർപ്പെടുത്താനും പറഞ്ഞു. അങ്ങനെ ലോകരാജ്യങ്ങളോട് ഉപരോധം ഏർപ്പെടുത്താൻ പറഞ്ഞതും ഏർപ്പെടുത്തിയ ഉപരോധവും കണ്ട് പഠിക്കണം ലോകരാജ്യങ്ങൾ. മൂന്നാമത് പറഞ്ഞതാണ് നമുക്കൊരു കൺസേൺ ഉള്ളത്. 2 കാര്യങ്ങളിൽ നമുക്ക് കൺസേൺ ആയിക്കോട്ടെ, അത് ആഗോളതലത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളായിട്ടുള്ള ഭൗമരാഷ്ട്രീയ വിഷയങ്ങളൊക്കെയാണ്. പക്ഷെ മൂന്നാമത്തെ കാര്യത്തിൽ മലയാളിക്കും നമുക്കും നിങ്ങൾക്കും മാനവരാശിക്കും 800 കോടി ആളുകൾക്കും വലിയ കൺസേൺ ഉള്ളൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം. കാലാവസ്ഥ വ്യതിയാനം ഒരു ഉഡായിപ്പാണ്. ക്ലൈമാറ്റ് ചേഞ്ച് ഈസ് ആൻ ഈവിൾ. അത് ഈവിളല്ല, അതൊരു ഉഡായിപ്പാണ്. അത് വളരെ ഗൂഢാലോചന നടത്തി കൊണ്ടുവരുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് എന്തുമാത്രം ഫോസിൽ ഇന്ധനം ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും ഫോസിൽ ഇന്ധനം ഉപയോഗിക്കണം. അത് പെട്രോളിയം ആകട്ടെ, കൽക്കരിയാകട്ടെ, എന്തുൽപ്പന്നമാകട്ടെ, ഭൂമിക്കടിയിൽ കിടക്കുന്ന ഏത് ഉൽപ്പന്നമാകട്ടെ, ഭൂമിക്ക് മുകളിലുള്ള ഉൽപ്പന്നമാകട്ടെ, ഫോസിൽ ഇന്ധനങ്ങൾ ഉൾപ്പെടെ എല്ലാ ഇന്ധനങ്ങളും ഉപയോഗിക്കാനുള്ളതാണ് മാനവരാശിക്ക്. അതുകൊണ്ട് ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഗോസിപ്പാണ്, ഒരു തട്ടിപ്പാണ് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റാണ് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ലൈമാറ്റ് ചേഞ്ച് കൂട്ടുന്നതിൽ 1 രാജ്യത്ത് നിൽക്കുന്നത് ചൈനയാണ് കാർബൺ ബഹിർഗമനത്തിൽ. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ്. 3ാം സ്ഥാനത്താണ് പിന്നെ ബാക്കി രാജ്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നിൽക്കുന്ന സംവിധാനത്തിൽ രണ്ടാമത് ലോകത്തെ ഏറ്റവും കൂടുതൽ കാർബൺ ബഹിർഗമനവും ഇലക്ട്രോണിക് വേസ്റ്റുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് പറഞ്ഞിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം ഒരു തട്ടിപ്പാണ്, ഉഡായിപ്പാണ്. അതിൽ ആരും വീണു പോകരുത്. അതിനുവേണ്ടി ഐക്യരാഷ്ട്രസഭ ഒരു തുകയും മാറ്റിവെക്കേണ്ട കാര്യമില്ല. എല്ലാ രാജ്യങ്ങളും വികസിക്കുക, പരമാവധി ഫോസിൽ ഇന്ധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ധനങ്ങളും എടുക്കുക, റിസോഴ്സ് എടുക്കുക, ഉപയോഗിക്കുക. ഇത് മുതലാളിത്തത്തിൻ്റെ മറ്റൊരു രൂപമാണ്. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ലോകരാജ്യങ്ങളോടെല്ലാം പറയുന്നത്, നിങ്ങൾ കാർബൺ ക്രെഡിറ്റ് എന്നും കാർബൺ ന്യൂട്രൽ എന്നും കാർബൺ രഹിത പഞ്ചായത്തെന്നും അല്ലെ കാർബൺ രഹിത പരിപാടി എന്നു പറഞ്ഞ് ഒന്നും നടക്കേണ്ട കാര്യമില്ല. കാർബൺ ആവശ്യം പോലെ എടുക്കാം, അല്ലെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. എടുക്കാമല്ല, പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാലും പ്രശ്നമില്ല. ഭൂമിക്ക് അങ്ങനെ ക്ലൈമാറ്റ് ചേഞ്ച് ഒന്നും ഇല്ല എന്നുള്ള അതിശക്തമായ വാദമാണ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിൻ്റെ മുമ്പ് പറയുന്നത്. ചെറിയ സ്ഥലത്തല്ല പറഞ്ഞത്, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള അമേരിക്കയുടെ പ്രസിഡന്റിനെ പോലെയുള്ള ഒരാൾ ഇത് പറയുമ്പോൾ വലിയ മാനമുണ്ട് അതിനകത്ത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ ചർച്ചകളായിരിക്കും ലോകത്ത് നടക്കുന്നത്. ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, ചേഞ്ച് ബിഫോർ ക്ലൈമാറ്റ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിൻ ലോകത്ത് നടക്കുന്നുണ്ട്. അത് നടക്കുന്ന സമയത്താണ് ക്ലൈമാറ്റ് ചേഞ്ച് വന്നിട്ട് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഫുഡ് ഇൻസെക്യൂരിറ്റി, അങ്ങനെ ഒരുപാട് ഇലക്ട്രിസിറ്റി, എനർജി, വാട്ടർ, ഒരുപാട് മേഖലയിൽ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഐക്യരാഷ്ട്രസഭയ്ക്ക്, UNDP-ക്കും ഒക്കെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് വന്ന് പറയുന്നു, കാലാവസ്ഥ വ്യതിയാനം തട്ടിപ്പാണ്. റഷ്യയെ മറ്റുള്ളവർ പ്രതിരോധിച്ച പോലെ റഷ്യയെ ബാക്കിയുള്ളവർ കൂടി പ്രതിരോധിക്കണം. അതുപോലെ തന്നെ നമുക്ക് പാലസ്തീനെ അംഗീകരിക്കാനും കഴിയില്ല എന്ന് വളരെ ശക്തമായ സന്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്.